Hello everyone, welcome back to Silent Learning. It's me, Jamsha. Today, in this short video, we are going to do the complete activity of from the chapter Gopal and the Hilsa Fish. ഈ ഒരു ചാപ്റ്ററിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാൻ പോവാണ്. പവറാക്കാൻ പോവാണ്. സെറ്റ് ആണല്ലോ. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതായിരിക്കും. യെസ്, വൈ ഡിഡ് ദ കിങ് വാണ്ട് നോ മോർ ടോക്ക് അബൌട്ട് ദ ഹിൽസ ഫിഷ്? എന്തിനായി കിങ്ങിന് പിന്നെ ഹിൽസ ഫിഷ് എന്നുള്ള വേർഡ് ഇനി ഒരാളും പറയരുത് എന്ന് പറയാനുള്ള കാരണം എന്തായിരുന്നു? യെസ്, എവരിവൺ അറൗണ്ട്. ആക്ച്വലി ഈ ഒരു ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ആൻസർ ചെയ്തിട്ടുണ്ടാവും. അത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു ആൻസർ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം just come to the answer session. Okay, yes. Everyone around the king was talking about the hilsa fish. കിങ്ങിന് ചുറ്റുമുള്ള മുഴുവൻ ആൾക്കാരും ഹിൽസ ഫിഷിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. This had infuriated the king. അത് ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചു നമ്മുടെ കിങ്ങിന്. So he didn't want anyone to talk about the hilsa fish. അതുകൊണ്ട് തന്നെ ഒരാളും ഇനി ഹിൽസ ഫിഷിനെ പറ്റി ഒരക്ഷരം സംസാരിക്കാൻ പാടില്ല. What did the king ask Gopal to do to prove that he was clever? എന്താണ് ഗോപാലിനോട് പറഞ്ഞത്? നമ്മുടെ മെയിൻ ക്യാരക്ടറാണ്, പ്രൊട്ടഗോണിസ്റ്റ് ആണ്. ഗോപാലിനോട് എന്താണ് പറഞ്ഞത്? അവനൊരു ഭയങ്കര ബുദ്ധിമാനാണ്, ക്ലെവർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവനോട് എന്താണ് ചെയ്യാൻ നമ്മുടെ രാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ലെറ്റ്സ് സീ ദ ആൻസർ. ദ കിങ് ആസ്ക്ഡ് ഗോപാൽ ടു ബൈ എ ഹ്യൂജ് ഹിൽസ ഫിഷ് ഫ്രോം ദ മാർക്കറ്റിൽ പോയിട്ട് വലിയൊരു ഹിൽസ ഫിഷ് വാങ്ങിക്കൊണ്ടുവരിക. ആൻഡ് ടു എൻഷുർ ദാറ്റ് നോ വൺ ഷുഡ് ടോക്ക് ടു ഹിം അബൌട്ട് ദ ഫിഷ് on the entire way from the market to palace. മാർക്കറ്റിൽ നിന്ന് പാലസിലേക്ക് വരുന്നത് വരെ ഒരാൾ പോലും ആ ഒരു ഹിൽസ ഫിഷിനെ പറ്റിയിട്ട് സംസാരിക്കാനേ പാടില്ല. നൈസ്. എന്തായാലും ഒരാൾ ഹിൽസ ഫിഷുമായിട്ട് വരുന്ന സമയത്തോ, അത് മാത്രമല്ല സ്വാഭാവികമായിട്ടും അവിടെ ഹിൽസ ഫിഷ് കൂടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് ഇച്ചിരി റിസ്ക് ആണ്. അങ്ങനെ ആ ഒരു പ്രശ്നം എങ്ങനെ അവൻ മറികടക്കും എന്നുള്ളത് നോക്കിയിട്ട് അവന് ക്ലെവർ ആണോ എന്ന് മനസ്സിലാക്കാമെന്ന് കരുതിയിട്ട് രാജാവ് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തു. What 3 things did Gopal do before he went to buy his hilsa fish? ഹിൽസ ഫിഷ് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് അവൻ ചെയ്യുന്ന 3 ട്രിക്ക് ഉണ്ടായിരുന്നു. ആ ട്രിക്കാണ് അവൻ ഏറ്റവും കൂടുതൽ എന്താക്കിയിരുന്നത്, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. എന്തായിരുന്നു ആ ട്രിക്ക് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്, വാട്ട് ഈസ് ദ തേർഡ് ആൻസർ? ഗോപാൽ ഹാഫ് ഷേവ്ഡ് ഹിസ് ഫേസ്. മുഖത്തിന്റെ പകുതി ഷേവ് ചെയ്തു. ഇവിടെ വരെ എന്താക്കി, ഇങ്ങനെ ഷേവ് ചെയ്തു. ഇവിടെ ഒരു താടിയും മീശയോ ഒന്നും പ്രശ്നമില്ല, താടി ഷേവ് ചെയ്തു. സ്മിയർഡ് ആഷ് ഓൺ ഹിസ് ബോഡി ഹിംസെൽഫ്. കുറേ കരി വാരി തേക്കല്ലേ, ഹാഷ് അല്ലെങ്കിൽ ചാരം വാരി തേച്ചു അവൻ്റെ മേലെ തന്നെ. ആൻഡ് വോർ റഗ്സ് ബിഫോർ ഗോയിങ് ഔട്ട് ടു ബൈ ഹിൽസ ഫിഷ്. ഹിൽസ ഫിഷ് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് റഗ് ഡ്രസ്സുകളൊക്കെ ധരിച്ചിരുന്നു. ചാക്കൊക്കെ ഇട്ടിട്ടാണ് അങ്ങനെ പോയത്. യെസ്. നെക്സ്റ്റ് വൺ. ഹൗ ഡിഡ് ഗോപാൽ ഗെറ്റ് ഇൻസൈഡ് ദ പാലസ് ടു സീ ദ കിങ് ആഫ്റ്റർ ഹി ഹാഡ് ബോട്ട് ദ ഫിഷ് വാങ്ങിയതിന് ശേഷം എങ്ങനെയാണ് ഗോപാല് കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള ഗോപാൽ ഗെറ്റ് ഇൻസൈഡ് ദ പാലസ്, കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുള്ളത്? രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എങ്ങനെ നമ്മുടെ ഗോപാല് കൊട്ടാരത്തിന്റെ ഉള്ളിലെത്തി? അതും ഒരു ഐഡിയ ആണ് അല്ലേ? ഗോപാലിന്റെ ഒരു നല്ലൊരു ഐഡിയ ആയിരുന്നു. ഗോപാൽ സ്റ്റാർട്ടഡ് സിംഗിങ് ആൻഡ് ഡാൻസിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പാലസ് അറ്റ് ദ ലൗഡ് വോയിസ്. ഭയങ്കര വൻ സൗണ്ടിൽ അവന് ഡാൻസും പാട്ടും കളിക്കാൻ തുടങ്ങി. നല്ല പാട്ടും ഡാൻസും ഒക്കെ കളിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ദ കിങ് ഹിയർഡ് ദ നോയ്സ്. ആ സൗണ്ട് കേട്ടിട്ട് കിങ് വന്നു. ആൻഡ് ആസ്ക്ഡ് ദ മാൻ ടു ബ്രോട്ട് ഇൻസൈഡ്. അവൻ ഉള്ളിൽ കയറ്റി. ആരുടെ ഏതവൻ ആ പാട്ടും ഡാൻസും കളിക്കുന്ന ഇത്ര സൗണ്ടിൽ? അവൻ ഉള്ളിലേക്ക് കയറ്റാൻ പറഞ്ഞു. യെസ്, അങ്ങനെയാണ് അവൻ ആ ഒരു ട്രിക്കും വിജയകരമായിട്ട് പൂർത്തിയാക്കിയുള്ളത്. ആൻഡ് ഫിഫ്ത്ത് വൺ, എക്സ്പ്ലെയിൻ വൈ നോ വൺ സീം ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ് അബൌട്ട് ദ ഹിൽസ ഫിഷ് വിച്ച് ഗോപാൽ ഹാഡ് ബോട്ട്. ഗോപാൽ കൊണ്ടുവന്ന ഈ ഒരു ഹിൽസ ഫിഷിനെ പറ്റി ആരും സംസാരിച്ചില്ല. എന്താ കാരണം? നമുക്കറിയാലേ, അവന്റെ അപ്പിയറൻസ് ആണ് കാരണം. നമുക്ക് നോക്കാം എന്താണ് കാരണം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നോ വൺ വാസ് ഇൻട്രസ്റ്റഡ് അബൌട്ട് ദ ഹിൽസ ഫിഷ്. കാരണം ഗോപാൽ ഹാഡ് ബോട്ട് ബിക്കോസ് ഓഫ് ഗോപാൽസ് കണ്ടീഷൻ. ഗോപാലിന്റെ ആ ഒരു ലുക്ക്, അവന്റെ കണ്ടീഷനാണ് അതിന് കാരണം. ഹി വാസ് വെയറിംഗ് റെക്സും ധരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഹിസ് ഫേസ് വാസ് ഹാഫ് ഷേവൺ. മുഖത്തിന്റെ പകുതി ഷേവ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ആൻഡ് ആഷ് വാസ് സ്മിയർഡ് ഓവർ ഹിസ് ബോഡി. ശരീരത്തിൽ മുഴുവൻ ആഷസ് പരട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ വിതറിയിട്ടുണ്ട്. പീപ്പിൾ വർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഹിസ് അപ്പിയറൻസ് ദാൻ ദ ഫിഷ്. ഫിഷിനേക്കാളും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് എന്താ? എന്നാൽ ഈ മണ്ടൻ എന്തായിരിക്കും പകുതി മീശ പഠിച്ചത്, പകുതി താടി പഠിച്ചത്, അതുപോലെ അവന്റെ മേലൊക്കെ എന്തൊക്കെയോ പൊടിയൊക്കെ ഉണ്ടല്ലോ, എന്താണ് അതിനെപ്പറ്റി ആൾക്കാർക്ക് അറിയാനാണ് താല്പര്യമുണ്ടായിരുന്നത്. സോ മറ്റുള്ളതൊക്കെ അവർ മറന്നുപോയി. ഓക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. Write true or false against each of the following sentences. ഓരോ സെന്റൻസിന് നേരെയും ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതാം.
ഓക്കെ, ഇത് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഇടും ദ കിങ് ലോസ് ഹിസ് ടെമ്പർ ഈസിലി. പെട്ടെന്ന് കിങ്ങിന് അവൻ്റെ എന്ത് നഷ്ടപ്പെടുന്നുണ്ട്? യെസ്, അവൻ്റെ ആ ഒരു ടെമ്പർ, ദേഷ്യം നഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒഴിവായി പോകുന്നുണ്ട് എന്നുള്ളതാണ് കൊടുക്കുന്നത്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് നമ്മൾ കാണിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്താക്കുക, നിങ്ങളെ മൈൻഡിൽ അതിൻ്റെ ആൻസർ കണ്ടെത്തുക. അതുമാത്രം, എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആണോ നോക്കിയിട്ട് ഒരു മാർക്കൊക്കെ ഇടും കേട്ടോ. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ലൈക്ക് ഇടുക. വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ലൈക്ക് ഇടുക. അത് മാത്രമല്ല, ഇതുപോലെ ധാരാളം വീഡിയോസ് നമ്മുടെ ചാനൽ ഇനിയും വരുന്നതായിരിക്കും. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഡോണ്ട് ഫർഗെറ്റ് ടു ഡു ഇറ്റ്. ഓക്കെ, നമ്മൾ ആൻസർ നോക്കാൻ പോവാണ്, ആൻസർ കാണിക്കാൻ പോവാണ്. ആർ യു ഗൈസ് റെഡി? യെസ്, ദ ഫസ്റ്റ് ആൻസർ ഇസ് ട്രൂ. യെസ്, ശരിയാണ്. രാജാവിന് പെട്ടെന്ന് തന്നെ ടെമ്പർ നഷ്ടപ്പെട്ടിരുന്നു. യെസ്, ഗോപാൽ വാസ് മാഡ്മാൻ. ഗോപാൽ ശരിക്കും പ്രാന്തായിരുന്നു. ആണോ? ആണെന്നാണ് ഇതിൽ പറയുന്നത്. ട്രൂ ആണോ ഫാൾസ് ആണോ? തിങ്ക്. അല്ല, നമുക്കറിയാലേ, ഈസ് നോട്ട് എ മാഡ് മാൻ, ദാറ്റ് വാസ് ഹിസ് ട്രിക്ക്. ഓക്കെ, ആൻഡ് ഫാൾസ് ആണ്. ഗോപാൽ വാസ് എ ക്ലെവർ മാൻ. അവൻ നല്ലൊരു ബുദ്ധിമാനാണ്. ഷുവർ, അത് ട്രൂ ആണ്. ഗോപാൽ വാസ് ടു പുവർ ടു അഫോർഡ് ഡീസെന്റ് ക്ലോത്ത്സ്. നല്ല ഡ്രസ്സൊന്നും ധരിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു. ആണോ? That's false. അല്ലല്ലേ, അവൻ്റെ ട്രിക്കായിരുന്നു. The king got angry when he was shown to be wrong. Yes, the kingന് ദേഷ്യം പിടിച്ചു when he was shown to be wrong. അത് റോങ് ആണെന്ന് അവന് കാണിച്ചു കൊടുത്തപ്പോൾ. അല്ല, അതും ഫോൾസ് ആണ് അല്ലേ? അങ്ങനെ ദേഷ്യം പിടിച്ചിട്ടൊന്നുമില്ല. സപ്പോർട്ടീവ് ആണ്. യെസ്, ഏതായാലും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ വീഡിയോ. യെസ്, ഏതായാലും നെക്സ്റ്റ് പാർട്ടിലേക്ക്, നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വർക്കിംഗ് വിത്ത് ലാംഗ്വേജ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് നോക്കാം. കുറേ വേർഡ് കൊടുത്തിട്ട് അതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. യെസ്, ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് സ്റ്റോറി, സെന്റൻസ് ഇൻ ദ സ്റ്റോറി ദ റിപ്പോർട്ടഡ് സ്പീച്ച് ടു ദ റിപ്പോർട്ടഡ് സ്പീച്ച്. നമ്മുടെ സ്റ്റോറിയിലുള്ള കുറച്ച് സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് തന്നെ. ബാക്കിയുള്ളതിൻ്റെ ആൻസറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ കാണിക്കുന്ന ഉള്ളൂ. നിങ്ങൾ എന്താക്കുക, അത് നിങ്ങൾ സ്വന്തം ചെയ്തിട്ട് റിപ്പോർട്ട് സ്പീച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അത് നിങ്ങൾ സെറ്റാക്കുക. ഇനി റിപ്പോർട്ട് സ്പീച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് സൈലം എന്ന് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നതായിരിക്കും. ജസ്റ്റ് കണ്ടാൽ മതി. യെസ്, സെറ്റാകാം. നോക്കാം. ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദ ലിസ? ഓക്കെ, ഈ ഒരു വേർഡിനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റിയതാണ്. ദ വുമൺ ആസ്ക്ഡ് ദ മാൻ. ഓക്കെ, നമുക്ക് കളർ മാറ്റാം. ദ വുമൺ ആസ്ക്ഡ് ദ മാൻ ഹൗ മച്ച് ഹി ഹാഡ് പെയ്ഡ് ഫോർ ദ ഹിൽസ. ലിസ അല്ലോ, ഹിൽസയാണ്. യെസ്, വാട്ട് ഈസ് യുവർ ഫേസ് ഹാഫ് ഷേവൺ? അതിൻ്റെ ആൻസർ ഗോപാൽസ് വൈഫ് ആസ്ക്ഡ് ഹിം. അതിൻ്റെ ആൻസർ, കറക്റ്റ് ആൻസർ പറയുകയാണ്. അപ്പോൾ ആസ്ക്ഡ് ഹിം വൈ ഹിസ് ഫേസ് വാസ് ഹാഫ് ഷേവൺ. ഓക്കെ, സെറ്റാണല്ലോ. രണ്ടാമത്തേൻ്റെ ആൻസർ നമ്മൾ കാണിക്കുകയാണ്. യെസ്, രണ്ടാമത്തേൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഐ ആക്സെപ്റ്റ് ദ ചലഞ്ച് യുവർ മജസ്റ്റി. അതാണ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റേണ്ടത്. ആൻഡ് ആക്ച്വലി ദ തേർഡ് വൺ. ഓക്കെ, ഇവിടെ ആക്ച്വലി സെക്കൻഡ് എന്നാണെങ്കിലും ഇത് നമ്മൾ ഒന്നാമത്തതായിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഗോപാൽ ടോൾഡ് ദ കിങ് ദാറ്റ് he accepted the challenge. ഓക്കെ, അതാണല്ലോ, ഐ അക്സെപ്റ്റ് ദ ചലഞ്ച് യു മജസ്റ്റി. സെറ്റാണല്ലോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഐ വാണ്ട് ടു സീ ദ കിങ്. എനിക്ക് കിങ്ങിനെ കാണണം. ഇതിൻ്റെ റിപ്പോർട്ട് സ്പീച്ച് എങ്ങനെയാണ് വരിക ഗൈസ്? നോക്കാം. യെസ്, ഇങ്ങനെയാണ് വരിക. ഗോപാൽ ടോൾഡ് ദ ഗാർഡ്സ് ദാറ്റ് ഹി വാണ്ടഡ് ടു സീ ദ കിങ്. റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റിയ സമയത്ത് ഐ എന്നുള്ളത് ഗോപാലായി മാറി. നോക്കാം. കിങ്, ഗോപാൽ ടോൾഡ് എന്നുള്ളത് എന്തായി മാറി? ടോൾഡ് എന്നായി മാറി. യെസ്, അത് ആക്ച്വലി അതിൻ്റെ ആൻസർ ആണല്ലേ. ഓക്കെ, ഐ വാണ്ട് ടു സീ ദ കിങ്. അതാര് പറഞ്ഞതാണ്? പിന്നെ ഗോപാൽ പറഞ്ഞാണല്ലോ. ഗാഡ്സ് ദാറ്റ് ഹി വാണ്ട് എന്നുള്ളത് എന്തായി മാറി? സെക്കൻഡ് ഫോം ആയി V1 V2യിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചേഞ്ചസ് ആണ് ഇതിൽ വരുന്നത്, റിപ്പോർട്ട് സ്പീച്ച് ആക്കി വരുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കൂടി നോക്കാം. ബ്രിങ് ദ മാൻ ടു മീ അറ്റ് വൺസ്. അവനെ കൂടെ കൊണ്ടുവരുന്നത്. The king ordered the guard. അതാണ് അതിൻ്റെ ആൻസറിന് സ്റ്റാർട്ടിങ്ങേ കൊടുത്തിട്ടുള്ളൂ. ലാസ്റ്റ് വൺ നോക്കാം. യെസ്, the king ordered the guard bring the man to him at once. അദ്ദേഹത്തിന് നാ കൊടുത്തത്. ഓക്കെ, that's a beauty of reporter speech. ഏതായാലും നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് കരുതുന്നു. ഏതായാലും അതിന് ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ റിപ്പോർട്ട് സ്പീച്ച് ആക്കണമെന്ന് ഇനിയും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അതിന് ഈ ഒരു കുഞ്ഞു വീഡിയോ പോരാ. അതുകൊണ്ട് റിപ്പോർട്ട് സ്പീച്ച് സൈലന്റ് ജസ്റ്റ് സെർച്ച് ചെയ്യുക, കണ്ടെത്തുക, സെറ്റാക്കുക. ഇനി അടുത്തൊരു ആക്ടിവിറ്റി ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ബൈ ലുക്കിംഗ് ദം in the dictionary നോക്കിയിട്ട് നിങ്ങളോട് ഇതിൻ്റെയൊക്കെ മീനിങ് കണ്ടെത്താനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നിങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചാലഞ്ച്, അതുപോലെ തന്നെ മിസ്റ്റിക്, കോമിക്കൽ, കോർട്ടിയർ, സ്മിയറിങ്, ഇതൊക്കെയാണ് നമ്മുടെ വേർഡുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് മീനിങ്ങും പ്ലസ് അതിൻ്റെ
എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ചാലഞ്ച് എന്നുള്ള വേർഡിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് മീനിങ് എ കോൾ ടു ടേക്ക് പാർട്ട് ഇൻ എ കോണ്ടസ്റ്റഡ് കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീഷനിൽ ഒരു കോണ്ടസ്റ്റിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആളെ വിളിക്കുക. ഓക്കെ, ചാലഞ്ച് ചെയ്യുക. ഓക്കെ, വിക്രം അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. വിക്രം ആക്സെപ്റ്റഡ് ദ ചാലഞ്ച് ഓഫ് ഹിസ് ടീച്ചർ. ടീച്ചറിൻ്റെ ചാലഞ്ച് വിക്രം ഏറ്റെടുത്തു ആൻഡ് വോൺ പ്രൈസ് ഇൻ ദ ആനുവൽ ഡേ സെലിബ്രേഷൻ. ആനുവൽ ഡേ സെലിബ്രേഷനിൽ ആ പ്രൈസ് മേടിക്കുകയും ചെയ്തു, വാങ്ങുകയും ചെയ്തു. നെക്സ്റ്റ് വേർഡ് എന്താണ്? മിസ്റ്റിക് ആണ്. സ്പിരിച്വൽ ഒക്കൾട്ട് എന്നുള്ള അർത്ഥമാണ്, ആത്മീയപരമായി എന്നുള്ള അർത്ഥമാണ്. ദ സൂഫി സെയിങ് ലൈക്ക് സലീം ക്രിസ്റ്റി. ഓക്കെ, ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി റിലീജിയസ് ആയിട്ടുള്ള ഒരു വേർഡാണ് മിസ്റ്റിക് എന്ന് പറയുന്നത്. ദ സൂഫി സെയിൻറ്റ് ലൈക്ക് സാലിം ക്രിസ്റ്റി മിസ്റ്റിക്. സൂഫിക്ക് നമ്മുടെ സാലിം ക്രിസ്റ്റിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താ? അവൻ ഭയങ്കര മിസ്റ്റിക് ആണ്, ഭയങ്കര സ്പിരിച്വൽ ആണ് അല്ലേ. ആക്ച്വലി നമ്മുടെ സ്കോളേഴ്സിനൊക്കെ, ഓരോ റിലീജിയനിൽ ഉണ്ടാകുന്ന സ്കോളേഴ്സിനൊക്കെ അവരുടെ റിലീജിയൻ നല്ല രീതിയിൽ സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതാണ് ഇവിടെ കൊടുത്തത്. നെക്സ്റ്റ് വൺ കോമിക്കൽ എന്നുള്ളൊരു വേർഡ് ഉണ്ട്. ഫണ്ണി എന്നുള്ള അർത്ഥമാണ് കോമിക്കൽ എന്ന് പറഞ്ഞാൽ. മിസ്റ്റർ ബീൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് കോമിക്കൽ ക്യാരക്ടർ ഓൺ ടെലിവിഷൻ. ടെലിവിഷനിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോമിക്കൽ ക്യാരക്ടറാണ് നമ്മുടെ മിസ്റ്റർ ബീൻ എന്ന് പറയുന്നത്. മിസ്റ്റർ ബീൻ എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത വേർഡ് കോർട്ടിയർ ആണ്. കോർട്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു അറ്റൻഡ് എ റോയൽ കോർട്ട് ആസ് എ കമ്പാനിയൻ ഓർ അഡ്വൈസർ ടു ദ കിങ് ഓർ ക്വീൻ. രാജകൊട്ടാരത്തിൽ രാജാവിനും രാജ്ഞിക്കോ രാജാവിനൊക്കെ വേണ്ടിയിട്ട് ഉപദേശിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ കോർട്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജസഭയിലുള്ള ആൾക്കാർക്കാണ് പറയാം. ബീർബൽ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോർട്ടിയേഴ്സ് ഇൻ അക്ബർസ് കോർട്ട്സ്. അക്ബറിൻ്റെ രാജകൊട്ടാരത്തിലെ അക്ബറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർട്ടിയർമാരിൽപ്പെട്ട ഒരു കോർട്ടിയർ ആയിരുന്നു ആര്? നമ്മുടെ ബീർബൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ് സ്മിയറിങ് എന്നുള്ളൊരു വേർഡ് ഉണ്ട്. ആക്ച്വലി നമ്മൾ അതാണ് പറഞ്ഞത്. കോട്ട് ഓർ മാർക്ക് കെയർലെസ്ലി വിത്ത് ഗ്രീസർ ഓയിൽ കൊണ്ട് കെയർലെസ് ആയിട്ട് ഇങ്ങനെ അങ്ങനെ വരച്ചിടുന്നതിനാണ് സ്മിയറിംഗ് എന്ന് പറയാം. പൂശുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബിഫോർ ദ ഗെയിം രാകേഷ് സ്മിയർഡ് ഹിസ് ബോഡി വിത്ത് ഓയിൽ. ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ഓയിൽ മൊത്തം, ശരീരം മൊത്തം ഓയിൽ കൊണ്ട് തേച്ച് പിടിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ്, ഓക്കെ. അടുത്ത ആ ആക്ടിവിറ്റിയും കഴിഞ്ഞു. ഇനി കുറച്ച് ആക്ടിവിറ്റിയോടേക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ ഒരു നടക്കൂ പിക്ചർ റീഡിങ് ആക്ടിവിറ്റി ആണ്. ലുക്ക് ദ പിക്ചർ ആൻഡ് റീഡ് ദ ടെക്സ്റ്റ് അലൗഡ്. നിങ്ങൾ ഭയങ്കര സൗണ്ട് എടുത്തിട്ട് എന്താക്കുക, ജസ്റ്റ് വായിച്ചൊക്കെ നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്. ഇതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ചാൽ നൗ ആസ്ക് യുവർ പാർട്ണർ ക്വസ്റ്റ്യൻ അബൌട്ട് ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിനെ പറ്റി നിങ്ങളുടെ പാർട്ണറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് പറഞ്ഞത്. അവർ ആൻസർ ഉണ്ടോ എന്ന് ചോദിക്കാം. വേർ ഈസ് ദ സ്റ്റാഗ്, വാട്ട് ഈസ് ഹി ഡൂയിങ് എന്ന് തുടങ്ങിയിട്ട് ധാരാളം ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു പിക്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം അതിൻ്റെ ഓരോന്നിൻ്റെയും ആൻസർ. ദ സ്റ്റാഗ് ഈസ് സ്റ്റാൻഡിങ് ബൈ സൈഡ് ഓഫ് പോണ്ട്. ഒരു പോണ്ടിൻ്റെ സൈഡിലാണ് നിൽക്കുന്നതെന്ന് പറയും. ഓക്കെ, വാട്ട് ഈസ് ഹിസ് ഡൂയിങ്? അവൻ എന്താ ചെയ്യുന്നത്? ഡോഗ് ഈസ് അബൌട്ട് ടു ഡ്രിങ്ക് വാട്ടർ വെൻ ഹി സോ ഹിസ് റിഫ്ലക്ഷൻ ഇൻ ദ പോണ്ട്. പോണ്ടിൽ, ആ കുളത്തിൽ, ആ വെള്ളത്തിൽ അവൻ്റെ തന്നെ റിഫ്ലക്ഷൻ കണ്ട സമയത്ത്, കുടിക്കാൻ നോക്കുന്ന സമയത്ത് അവൻ്റെ റിഫ്ലക്ഷൻ കണ്ടു. എന്നിട്ടോ പിന്നെ എന്ത് സംഭവിച്ചു? ഡസ് ഹി ലൈക്ക് ഹിസ് ആൻഗ്ലർ? അവൻ്റെ ഹോൺസ് അവൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? കൊമ്പ് അവൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടോ? യെസ്, ഹി ഫൈൻഡ്സ് ദം ബ്യൂട്ടിഫുൾ. അത് ഇഷ്ടപ്പെടുന്നുണ്ട്. യെസ്. ഡസ് ഹി ലൈക്ക് ഹിസ് ലെഗ്? കാൽ ഇഷ്ടപ്പെടുന്നുണ്ടോ? നോ, ദ സ്റ്റാഗ് ഫൈൻഡ്സ് ഹിസ് ലെഗ് ടു ബി തിൻ ആൻഡ് അംഗ്ലി. ഭയങ്കര തിന്നാണ്, മെലിഞ്ഞിട്ടാണ്, അതുപോലെ തന്നെ അംഗ്ലിയാണ്, കാണാൻ രസമൊന്നുമില്ല. ഓക്കെ, വൈ ഈസ് ദ സ്റ്റാഗ് റണ്ണിങ്? എന്തിനാണ് ഈ സ്റ്റാഗ് റൺ ചെയ്യുന്നത്? ദ സ്റ്റാഗ് ഈസ് റണ്ണിങ് ബിക്കോസ് ഹി ഹാസ് ബീൻ ചേസ്ഡ് ബൈ ദ ഹണ്ടേഴ്സ്. അവിടെ ഹണ്ടേഴ്സ് വന്നു അല്ലേ? അവിടെ ഹണ്ടേഴ്സ് നമ്മൾ കണ്ടിരുന്നു അല്ലേ? ഹണ്ടേഴ്സ് എവിടെ? ഹണ്ടേഴ്സ് വന്ന സമയത്ത് അവൻ എന്താക്കാണ്? ഓടാൻ പോവുകയാണ്. ഈസ് ഹി ഏബിൾ ടു ഹൈഡ് ഇൻ ദ ബുഷസ്? അവന് ബുഷസിൻ്റെ ഉള്ളിൽ മറഞ്ഞു നിൽക്കാൻ കഴിയുന്നുണ്ടോ? യെസ്. നോ, ഹി ഈസ് നോട്ട് ഏബിൾ ടു ഹൈഡ് ഇൻ ദ ബുഷസ് ബിക്കോസ് ഹിസ് ഹോൺസ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദം. അവൻ്റെ ഹോൺസ് സ്റ്റക്കായിപ്പോയി. അവന് ആകെ ഇഷ്ടപ്പെട്ടിരുന്ന ആ ഹോൺസ് ആയിരുന്നു. ആ ഹോൺസ് കാരണം അവൻ നെഗറ്റീവ് അടിച്ചു അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വേർ ആർ ദ ഹണ്ടേഴ്സ് നൗ? എവിടെയാണ് ഹണ്ടേഴ്സ് ഒക്കെ? എവിടെയാണ്? യെസ്, ദ ഹണ്ടേഴ്സ് ആർ ജസ്റ്റ് ബിഹൈൻഡ് ദ സ്റ്റാഗ്. ഓക്കെ, ഹണ്ടേഴ്സ് നമ്മുടെ സ്റ്റാഗിനകത്ത് തൊട്ട് പിന്നിലുണ്ട്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ആർ ദേ ക്ലോസിങ് ഓൺ ദ സ്റ്റാഗ്? അടുത്ത് വരുന്നുണ്ടോ? സ്റ്റാഗിന് അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. യെസ്, നോക്കാം. യെസ്, ദേ ആർ ക്ലോസിങ് ഓൺ ടു ദ സ്റ്റാഗിന് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദ സ്റ്റാഗ് ഫ്രീ? സ്റ്റാഗ് ശരിക്കും ഇപ്പോൾ ഫ്രീ ആണോ? ദ സ്റ്റാഗ് വാസ് ഏബിൾ ടു റൺ ഫാസ്റ്റ് ബിക്കോസ് ഓഫ് ഹിസ് ലെഗ്സ് ആൻഡ് ഹിസ് ഫ്രീ നൗ. അവൻ്റെ ആ കാലുള്ളത് കാരണം, ഭയങ്കര തിന്നായിട്ടുള്ള കാലുള്ളത് കാരണം അവൻ എന്താക്കി? ഓടി രക്ഷപ്പെട്ടു. What does the stag say about his horns and his legs? എന്തായിരുന്നു അവൻ്റെ ഹോണിനെ പറ്റിയിട്ടും ലെഗിനെ പറ്റിയും സ്റ്റാഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അറിയാലേ? ദ സ്റ്റാഗ് സീസ് ദാറ്റ് ഹി വാസ് പ്രൗഡ് ഓഫ് ഹിസ് ഹോൺസ്. എന്ത് ഭംഗിയാ അവൻ്റെ ഹോൺസ്, കൊമ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിരുന്നു. ബട്ട് ഹി വുഡ് ഹാവ് ബീൻ കിൽഡ് ബിക്കോസ് ഓഫ് ദം.
പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ അവൻ കൊല്ലപ്പെട്ടേ, കാരണം അവൻ ഒളിക്കാൻ കഴിഞ്ഞില്ല. ഹി വാസ് അഷെയിംഡ് ഓഫ് ഹിസ് ലെഗ്സ്. കാലിനെ കൊണ്ട് അവന് ലജ്ജിച്ചിരുന്നു. എന്ത് വലക്കമല കാലാണിത്. ഓക്കെ, ബട്ട് ദേ സേവ്ഡ് ഹിസ് ലൈഫ്. പക്ഷെ അത് കാരണമാണ് അവന് രക്ഷപ്പെടാൻ കാരണം. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ നമ്മൾ ഡിഫക്റ്റ് ആണെന്ന് തോന്നുന്ന പലതും ചിലപ്പോൾ നമുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ഭാവിയിലേക്ക്. ചിലപ്പം ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അത് കാരണം മറ്റൊരു ഏതെങ്കിലും പിന്നെ അവരുടെ അവയവങ്ങൾക്ക് എന്തായിരിക്കും, പിന്നെ കുറച്ചുകൂടി സ്ട്രോങ്നെസ് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ കണ്ണ് കാണാത്ത ആൾക്കാർക്ക് നല്ല ചെവി കേൾക്കും. അതുപോലെ പല സ്കില്ലുകളും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും, നമ്മളത് കണ്ടെത്തുക. നെക്സ്റ്റ് വൺ ഇൻ ഇറ്റ് നൗ റൈറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്, ഗിവ് ഇറ്റ് എ ടൈറ്റിൽ. ഒരു ടൈറ്റിലും കൊടുത്തിട്ട് നിങ്ങളോട് സ്റ്റോറി എഴുതാനാണ് പറയുന്നത്. ആ സ്റ്റോറിക്കുള്ള ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടില്ല, സ്റ്റോറി ഞാൻ ചെറുതാക്കി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്താക്കുക, ഈ ഒരു സ്റ്റോറി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എന്താക്കുക, സെറ്റാക്കുക, പവറാക്കുക. ഇതൊരു സപ്പോസ് ഒരു എക്സാമ്പിൾ മാത്രമാണ്, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ധാരാളം ബാക്കി ആക്ച്വലി ഒരു പുതിയൊരു സ്റ്റോറി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സിമ്പിളാണ്. യെസ്, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആക്ടിവിറ്റി ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് വേർഡ് ലാഡർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ക്ലൂസ് ഗിവൺ ബിലോ. പസിൽ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? ഈ ഒരു സിമ്പിൾ പസിലാണ്. നമുക്ക് നോക്കാം. മദർ വിൽ ബി വെരി 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 ഡാഷ് ഇഫ് യു ഡോണ്ട് ഗോ ടു സ്കൂൾ. എന്തായിരിക്കും ക്ലൂസ്? നോക്കാം. മദർ എന്തായിരിക്കും ഇവിടെ ഇത്രയും വേർഡുകളുള്ളത്. ഞാൻ ജസ്റ്റ് നിങ്ങളതെല്ലാം ജസ്റ്റ് എന്താക്കുക, പോസ് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ ആൻസറൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുക. എക്സാക്റ്റ് ആൻസറിലേക്ക് കിടക്കുകയാണ്. യെസ്. ഫസ്റ്റത്തെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ക്രോസ് ആണ് അല്ലേ? ക്രോസ് CROSS. ഓക്കെ. As soon as he caught of the teacher, okay, as soon as he caught dash of the teacher, Mohan started writing. എന്താണ് അവിടെ? സൈറ്റ് ആണ് അവിടെ താഴോട്ട് വരുന്നത്. സൈറ്റ്. യെസ്. തേർഡ് വൺ എന്താണ്? ഹൗ ഡു യു ലൈക്ക് മൈ ഡാഷ് കിച്ചൺ ഗാർഡ്? ബിഗ് ഇനഫ് ഫോർ യു ഇസ്ന്റ് ഇറ്റ്? അവിടെ ഏതാ വരിക? ടൈനി എന്നാണ് പറയുക. ടൈനി. യെസ്. ഇനി ലാസ്റ്റ് ഫോർത്ത് വണ്ണ് താഴോട്ടാണ്. ആക്ച്വലി പൊതുവേ നമ്മൾ അക്രോസ് ഡൗൺ എന്ന് കൊടുക്കാറുണ്ട്, പക്ഷെ ഒന്ന് നേരെ ഒന്ന് താഴോട്ടും, പിന്നെ ആ ഒരു നമ്പറിൽ ഡൗൺ മാത്രമേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്രോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അത് കൊടുക്കാതിരുന്നത്. മൈ യങ്ങസ്റ്റ് സിസ്റ്റർ ഈസ് നൗ എ ഡാഷ് ഓൾഡ്. എന്താണ് ഡാഷ് ഓൾഡ്? ഓക്കെ, എന്താണ് വരിക? 4 year old. യെസ്. ഇയർ എന്നുള്ളതാണ് അവിടെ വരിക. ഇനി 6 വെച്ചിട്ട് എഫിൽ അവസാനിക്കുന്ന ഒരു 4 ലെറ്റർ വേർഡ്. ഓക്കെ. സ്റ്റാൻഡിങ് ഓൺ ദ ഡാഷ് ഹി സോ ചിൽഡ്രൻ പ്ലേയിങ് ഓൺ ദ റോഡ്. എന്താണ് 6? റൂഫ്. യെസ്, റൂഫാണ് കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കാം. റൂഫ് ആണ്. എഫ് വെച്ചിട്ട് താഴോട്ട് 4 ലെറ്റർ വരുന്ന ഏതാ വേർഡ് നോക്കാം. ഡോണ്ട് മേക്ക് സച്ച് എ ഡാഷ്, നത്തിങ് വിൽ ഹാപ്പൻ. ഏതാ? ജസ്റ്റ് ഗസ് ചെയ്യാം. ഫസ്. യെസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇത് ആക്ച്വലി 1 2 3 4 5 6 വേർഡുകൾ ഉണ്ട്. നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും നോക്കാം. ഡോണ്ട് ക്രോസ് ദ ഡാഷ് ടിൽ ദ ഗാർഡൻ ലൈറ്റ് കംസ്. ഗാർഡൻ ലൈറ്റ് വരുന്നവരെ നീ ക്രോസ് ചെയ്യരുത്. ക്രോസ് ദ ഡാഷ്. എന്ത് ക്രോസ് ചെയ്യരുത്? നമ്മളെ ജസ്റ്റ് ജമ്പ് ആയിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആൻസർ സ്ട്രീറ്റ്. എന്താണ് ആൻസർ? സ്ട്രീറ്റ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം. സ്ട്രീറ്റ്. യെസ്, എല്ലാത്തിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് കുഡ് എൻജോയ് ദ ക്ലാസ് ആൻഡ് കുഡ് അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായോ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, ഇനി ഏത് ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി ആണ്, അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്, ഏത് ചാപ്റ്ററാണ്, ഏത് കവിതയാണ്, ഏത് പോമാണ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കമൻറ്റ് ബോക്സ് ചെയ്യുക. ദർ ഇസ് ഓൺലി എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ത്രൂ ദ കമൻറ്റ് ബോക്സ്. അത് നോക്കിയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ മറന്നു പോവാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൗ വാസ് ദ വീഡിയോ, ഓക്കെ, അല്ലെങ്കിൽ സെഷൻ, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ ധാരാളം
ലൈവ് സെഷനുകളൊക്കെ എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് ജോയിൻ ചെയ്യുക. നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ചേരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുടെയൊക്കെ സ്ലൈഡുകളും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ. താങ്ക് യു.